ഹലോ, ഗുഡ് മോർണിംഗ് എവരിവൺ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്, ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോയിൽ ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ രാവിലെ ഇടുന്ന വീഡിയോയിൽ ഒരു ചെറിയൊരു സ്റ്റോറിയെ പറ്റി പറയും. ആ ഒരു സ്റ്റോറി കടങ്കഥയോ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്നും അല്ല, ജസ്റ്റ് ഒരു സ്റ്റോറി. പക്ഷേ ആ ഒരു സ്റ്റോറിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രത്യേകത എന്താണെന്ന് കമൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഞാനൊരു ഗിഫ്റ്റ് അയക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമൻറ്റ് മാത്രമല്ല, എൻ്റെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം, ലൈക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത് മൂന്നും ചെയ്യുന്ന ഒരാൾക്കാണ് ഞാൻ ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത്. എന്തായാലും ഞാനൊരു സ്റ്റോറി ഇപ്പോൾ പറയാം. കാണാതെ പഠിച്ചിട്ടൊന്നുമില്ല, കണ്ടു തന്നെ വായിക്കണം, അല്ലെങ്കിൽ മിസ്റ്റേക്ക് ആയപ്പം ഞാനൊരു സ്റ്റോറി വായിക്കാം, അതിനുശേഷം ബാക്കി ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ കഥയുടെ പേരെന്ന് പറയുന്നത് രോമാഞ്ചമാണ്. ഇന്നലെ ജോജിയും ഫാമിലിയും ചേർന്ന് മുറപ്പെണ്ണിനെ മംഗല്യം ചെയ്യാനായി ആലപ്പുഴയിലെ ജിംഖാന എന്ന സ്ഥലത്ത് പോയി. ജോജിയുടെ ഭാര്യയായ മഹാറാണിയും ഫാമിലിയും ആവേശത്തോടെ കാത്തിരുന്ന ദിവസമായിരുന്നു അന്ന്. പൊന്മാൻ നീല കളറിൽ മണവാട്ടിയായി നിന്ന മഹാറാണിയെ നോക്കി ജോജി പറഞ്ഞു, ആദാമിൻ്റെ വാരിയൽ പോലെയാണ് നീയും ഞാനും. ഇത് കേട്ട മഹാറാണി ഭൂതകാലം പറഞ്ഞ് ദേവാസുരമായി. അപ്പോൾ ഇതാണ് സ്റ്റോറി എന്ന് പറയുന്നത്. വളരെ ചെറിയ സ്റ്റോറിയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങളോട്ട് ഒരല്പം ഒന്ന് റീച്ച് ആകാൻ വേണ്ടിയിട്ട് എനിക്കൊന്ന് ഒരു 2 days എങ്കിലും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ടൈം ലിമിറ്റ് ഇല്ല. ഈ വീഡിയോ എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ആൻസർ, ഈ സ്റ്റോറിയിൽ എന്താണ് മറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിൽ നിങ്ങളാണ് വിജയിക്കുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ആരാണോ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്നത് അവർക്കാണ് ഞാൻ ഈ പറഞ്ഞ പ്രൈസ് അല്ലെങ്കിൽ ഗിഫ്റ്റ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ പിറ്റേ ദിവസം രാവിലെ ഇടുന്ന വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്യും. അപ്പോൾ അവർക്ക് ആ ഒരു ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കും. എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ശുഭമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ബൈ ബൈ.